നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ വിജയക്കുതിപ്പ് തുടരുകയാണ്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും തോൽപ്പിച്ച സെമി ടിക്കറ്റും ഉറപ്പിച്ചു. ന്യൂസിലൻഡിനെതിരെ കൂടി ജയിച്ച ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിലെത്താനാകും ഇന്ത്യ ശ്രമിക്കുക. കരുത്തരുടെ നിരയാണ് ഇന്ത്യ എന്ന് തന്നെ ആദ്യത്തെ രണ്ട് മത്സരത്തിലെ പ്രകടനത്തിൽ നിന്ന് പറയാനാകും. ആധിപത്യം കാട്ടി വിജയം നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇത്തവണ ശരാശരി താരനിരയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കരുത്ത് ശരിയായി പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. പാകിസ്ഥാന്റെ ബൗളിംഗ് നിരയ്ക്കും ബാറ്റിംഗ് നിരയ്ക്കും പഴയ ശക്തിയില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ അനായാസ ജയമാണ് നേടിയത്. ബംഗ്ലാദേശ് ദുർബലരായതിനാൽ തന്നെ ഇന്ത്യക്ക് ഒരു തരത്തിലും വെല്ലുവിളി നേരിട്ടിട്ടില്ല എന്ന് പറയാം. ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ എതിരാളികൾ. ആദ്യ രണ്ട് മത്സരം ജയിച്ച പോലെ അനായാസം കിവീസിനെ കീഴടക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല. ശക്തമായ താരനിര ന്യൂസിലൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച പോരാട്ടം പ്രതീക്ഷിക്കാം. ഇപ്പോഴും ചില പ്രശ്നങ്ങൾ ഇന്ത്യയെ വേട്ടയാടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ തുടക്കത്തിലെ മിന്നിച്ചു. ആദ്യ 2 ഓവറിൽ 2 വിക്കറ്റുകൾ ഇന്ത്യൻ ബോളർമാർ നേടി. എന്നാൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ സ്പെഷ്യലിസ്റ്റ് പേസർമാരായ മുഹമ്മദ് ഷമിക്കും ഹർഷിത് റാണയ്ക്കും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. തുടക്കത്തിലെ തന്നെ വിക്കറ്റുകൾ നേടേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് വലിയ ടീമുകൾക്കെതിരെ. ന്യൂസിലൻഡ് അതിശക്തരായ നിരയാണ്. സെമിയിൽ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക എന്നീ വമ്പന്മാരിൽ ഒരാളെയാകും ഇന്ത്യ നേരിടേണ്ടി വരിക. ഇവർക്കെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ന്യൂ ബോളിലെ പ്രകടനം വളരെ നിർണായകമാണ്. പാകിസ്ഥാനെതിരെ ആദ്യ ഓവർ ഇറങ്ങിയ ഷമി 5 വൈഡുകളാണ് തുടക്കത്തിലേ എറിഞ്ഞത്. ഹർഷിത് റാണയ്ക്കും വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ന്യൂ ബോളിലെ പ്രകടനം മെച്ചപ്പെടുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തന്നെ പറയാം. ഇന്ത്യ ആദ്യ 2 മത്സരത്തിലും രണ്ടാമത് ബാറ്റ് ചെയ്താണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഫിനിഷിംഗ് മികവ് എത്രത്തോളം ഉണ്ട് എന്നത് ഇപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യമായി തുടരുകയാണ്. ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ റൺസ് പിന്തുടർന്നപ്പോൾ മധ്യനിര വലിയ മികവ് കാട്ടിയില്ല. പാകിസ്ഥാനെതിരെ ശ്രേയസ് അയ്യർ തിളങ്ങിയിരുന്നു. എന്നാൽ പ്രധാന ഫിനിഷറായ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വലിയ സ്കോറിലേക്ക് ഉയരാനാകാത്തത് വെല്ലുവിളി തന്നെയാണ്. ഇന്ത്യക്ക് അവസാന ഓവറുകളിൽ അതിവേഗം റൺസ് ഉയർത്തേണ്ടതായുണ്ട്. ഹാർദിക് പാണ്ഡ്യ നിറം മങ്ങിയാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്തിനെ അത് സാരമായി ബാധിച്ചേക്കും. KL രാഹുലിനെ ബാറ്റിംഗ് ഓർഡറിൽ പിന്നോട്ടിറക്കുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്ന കാര്യമല്ല. രാഹുൽ നേരിടുന്ന ആദ്യ പന്ത് മുതൽ ആക്രമിക്കുന്ന ആളുമല്ല. പതിയെ തുടങ്ങി പിന്നീട് ആക്രമണത്തിലേക്ക് മാറുന്നതാണ് രാഹുലിന്റെ ശൈലി. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം മികവ് കാട്ടുമെന്നത് ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ 3 സ്പിന്നർമാരെ കളിപ്പിച്ച മധ്യ ഓവറുകളിൽ എതിരാളികളെ പ്രയാസപ്പെടുത്തുകയാണ്. ബംഗ്ലാദേശിനും പാകിസ്ഥാനുമെതിരെ ഇന്ത്യയുടെ ഈ ഒരു തന്ത്രം ഫലം കണ്ടിരുന്നു. എന്നാൽ സ്പിന്നിനെ നന്നായി കളിക്കുന്ന വലിയ ടീമുകൾക്കെതിരെ ഇത് എത്രത്തോളം ഗുണം ചെയ്യുമെന്നത് പ്രധാന ചോദ്യമാണ്. ന്യൂസിലൻഡും ഇംഗ്ലണ്ടും എല്ലാം സ്പിന്നിനെ നന്നായി കളിക്കുന്നവരാണ്. ദുബായിലെ സാഹചര്യത്തിൽ സ്പിന്നിന് മികവ് കാട്ടാൻ സാധിക്കുമെങ്കിലും ഇന്ത്യ 3 സ്പിന്നർമാരെ ഉപയോഗിക്കുന്ന തന്ത്രം വലിയ ടീമുകൾക്കെതിരെ ക്ലിക്കാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്.